ലോകത്തിൽ ഇതുപോലെ വേറെ ആർക്കും സംഭവിച്ചിട്ടില്ലെന്നാണ് അഭിരാമി പറയുന്നത്. എന്തായാലും നമുക്ക് ആ മെയിലിലേക്ക് ഒന്ന് കടക്കാം. മാഡം, എൻ്റെ പേര് അഭിരാമി. യഥാർത്ഥ പേരല്ല കേട്ടോ. ഞാനിപ്പോൾ PG ഫസ്റ്റ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അച്ഛനും അമ്മയും 2 സമുദായത്തിൽപ്പെട്ടവരാണ്. പ്രേമിച്ച് കല്യാണം കഴിക്കുകയായിരുന്നു. 2 കുട്ടികളുണ്ടായി. എനിക്ക് ഒരു ചേട്ടനുമുണ്ട്. അദ്ദേഹത്തിന് വയ്യാത്ത ആളാണ്. ചെറുപ്പം മുതലേ അങ്ങനെയാണ്. വീട്ടിലുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുള്ളതല്ലാതെ പഠിക്കാനൊന്നും പോയിട്ടില്ല. പുള്ളിയെ നോക്കുക തന്നെ അമ്മയ്ക്ക് വലിയൊരു ടാസ്ക്കാണ്. അച്ഛൻ ഒരു തടിമില്ലിൽ ജോലിയായിരുന്നു. അമ്മ ഉയർന്ന കുടുംബത്തിലെ ഒരാളായതുകൊണ്ട് അമ്മയ്ക്ക് ആ ജീവിതം ആദ്യമൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു. എങ്കിലും ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. റോഡ് സൈഡിൽ ഒരു ചെറിയ വീടും 5 സെൻറ്റ് സ്ഥലവും മാത്രമേ ഉള്ളൂ. പിന്നെ എൻ്റെ ചേട്ടനെ നോക്കി അമ്മ വീട്ടിലിരിപ്പായി. ഞാൻ ഉണ്ടായി കഴിഞ്ഞപ്പോഴേക്കും എന്നെ സ്കൂളിലൊക്കെ വിട്ടു. എങ്കിലും സാമ്പത്തികമായി ഒട്ടും അഭിവൃദ്ധിയില്ല. പിന്നെ അച്ഛൻ 10 വർഷത്തിന് മുമ്പ് പെട്ടെന്ന് ഒരു ആക്സിഡൻറ്റിൽപ്പെട്ട് മരണമടയുകയും ചെയ്തു. അതോടുകൂടി ഞങ്ങൾ 3 പേരുടെയും ജീവിതം ഒരു ചോദ്യചിഹ്നമായി. അതുവരെയോ അമ്മ വീട്ടുജോലിക്കൊന്നും പോയിട്ടില്ല. പിന്നീട് അടുത്ത 2 വീടുകളിൽ വീട്ടുജോലിക്ക് പോകാൻ തുടങ്ങി. ചേട്ടൻ വീട്ടിൽ തന്നെ ഇരുന്നോളും, പുറത്തൊന്നും ഇറങ്ങി പോവുകയില്ല. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ജീവിതം. അമ്മ എന്നോട് പറഞ്ഞത്, ഡിഗ്രി വരെ നീ പഠിക്കണം, അത് കഴിഞ്ഞ ശേഷം ഏതെങ്കിലും ജോലിക്ക്, ഏതെങ്കിലും ഒരു ചെറിയ കടയിലാണെങ്കിൽ ജോലിക്ക് നീ കയറണം. അങ്ങനെ നമുക്ക് ജീവിക്കാം മോളെ. കല്യാണവും മറ്റും നീ സ്വപ്നം കാണണ്ട. അല്ലെങ്കിൽ നീ PSCയോ മറ്റോ എഴുതി നല്ലൊരു ജോലി വാങ്ങിക്കാൻ പറയും. അങ്ങനെ ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ടാണ് മുന്നോട്ട് പോയത്. പിന്നെ വേറൊരു കാര്യമുണ്ട്. അമ്മ എപ്പോഴും പറയും, നമ്മുടെ കഷ്ടപ്പാടുകൾ മറ്റുള്ളവർ അറിയരുത്. നമ്മുടെ വിശപ്പ് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷേ നല്ല വസ്ത്രങ്ങളില്ലെങ്കിൽ ആളുകൾ നമ്മളെ പെട്ടെന്ന് തന്നെ വില കുറച്ച് കാണും. അതുകൊണ്ട് ഏറ്റവും നല്ല വസ്ത്രങ്ങൾ ഉടുത്തേ മോള് പോകാവൂ എന്ന് പറയും. അങ്ങനെ എനിക്ക് കുറച്ച് നല്ല വസ്ത്രങ്ങളും ആക്സസറീസും ഒക്കെ തന്നിട്ടാണ് അമ്മ കോളേജിൽ വിട്ടത്. അതുകൊണ്ട് തന്നെ കോളേജിൽ എൻ്റെ സൗന്ദര്യത്തോട് എല്ലാവർക്കും മതിപ്പുണ്ട്. എൻ്റെ വീട്ടിലെ കാര്യങ്ങളൊന്നും പലർക്കും അറിയില്ല. ഭൂരിപക്ഷം പേരോടും ഞാൻ അത് ഷെയർ ചെയ്തില്ല. സാധാരണ പോലെ പോയി സാധാരണ പോലെ വന്നു. പല ആണുങ്ങളും എൻ്റെ പുറകെ നടന്നു. ഞാനത് അമ്മയോട് ഒന്ന് പറയും. അമ്മ പറയും, പണ്ട് ഞാൻ പഠിച്ചിട്ടുണ്ട്, കാവിലെ കിളിപ്പാട്ടുകൾ കേട്ടും പൂവ് കണ്ടും പറന്നു ചെല്ലല്ലേ, കാട്ടിനുള്ളിൽ പതുങ്ങിയിരിക്കും, കാടനുണ്ടു കടിച്ചു പറിക്കും എന്ന് പറഞ്ഞതുപോലെ മോള് ആരുടെയും പൂവും കായും തോട്ടവും ഒന്ന് കണ്ടിട്ട് ചാടിപ്പോകരുത്. ചതിവ് പറ്റും. അവർ ഡിസ്പോസിബിൾ ഗ്ലാസ് പോലെ നിന്നെ എല്ലാം അറിയുമ്പോൾ വലിച്ചെറിയും. അതുകൊണ്ട് ഒന്നും മോഹിച്ച് എങ്ങും പോകരുത്. അടങ്ങി നിൽക്കുക, നല്ലൊരു ജോലി സമ്പാദിക്കുക എന്നൊക്കെ അമ്മ എന്നോട് പറഞ്ഞു. ഡിഗ്രി വരെ അമ്മയുടെ വചനങ്ങൾ കേട്ടാണ് ഞാൻ മുന്നോട്ട് പോയത്. അതിൽ തെല്ല് പോലും പ്രശ്നങ്ങൾ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ ഡിഗ്രി കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, നീ ഇനി എന്തെങ്കിലും ജോലി നോക്ക്, അല്ലെങ്കിൽ ഗൾഫിൽ ഞാൻ പറഞ്ഞു വിടാം, അവിടെ കാണാൻ പോയി എന്തെങ്കിലും ജോലി ചെയ്യുക, ഹൗസ് മെയ്ഡായിട്ടോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്തായാലും കുറച്ച് വർഷം കൂടി ഞാൻ ഇവിടെ നിന്ന് ട്രൈ ചെയ്യട്ടെ, എനിക്ക് PGക്ക് ചേരണമെന്നുണ്ടെന്ന്. അപ്പം അമ്മ പറഞ്ഞു, ആ നടക്കില്ല, ഇനി എൻ്റെ കയ്യിൽ പൈസ ഇല്ല. ഇനി നിനക്ക് വേണ്ടി PG കൂടെ മുടക്കാൻ ഒരു 5 പൈസ പോലും ഞാൻ തരില്ല. അതുകൊണ്ട് മോള് തന്നെ പാർട്ട് ടൈമായിട്ട് ട്യൂഷൻ എടുത്തോ മറ്റോ എങ്ങനെയെങ്കിലും കാശുണ്ടാക്കി നീ പോയിക്കോ. അതല്ലാതെ ഇനി നിന്റെ പഠിപ്പിന് വേണ്ടി 5 പൈസ ഞാൻ തരില്ലെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് വല്ലാതെ ദുഃഖമായി. എങ്കിലും പഠിക്കണമെന്നുണ്ട്. പക്ഷേ അതിനെന്താണൊരു മാർഗം? ഏതെങ്കിലും വീടുകളിൽ ട്യൂഷൻ എടുക്കാൻ പോയാലോ എന്ന് ഞാൻ ആലോചിച്ചു. അത് നല്ലൊരു ഐഡിയ ആണ്. അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ ഓക്കെ എന്ന് പറഞ്ഞു. പക്ഷേ ഇതിനിടയ്ക്ക് എൻ്റെ അമ്മയുടെ തന്നെ ഒരു കൂട്ടുകാരിയാണ്. അവരെന്നോട് പറഞ്ഞു, മോളെ എടി നീ നന്നായി പാചകം ചെയ്യുന്നതാണല്ലോ പറഞ്ഞത്. അപ്പം അമ്മ പറഞ്ഞു, പിന്നെ അവളെല്ലാ പലഹാരങ്ങളും നന്നായിട്ടുണ്ടാക്കും, വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ അവളെക്കാൾ മിടിക്ക് വേറെ ഇല്ലെന്ന്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, മോളെ ഞാനൊരു കാര്യം പറയാം. ഞങ്ങൾ ഇവിടെ ഒരു തട്ടുകട നടത്തുകയാണെന്ന് നിനക്കറിയാമല്ലോ. 4 മണിയാകുമ്പോഴേക്കും ആ തട്ടുകടയിൽ ഇഷ്ടംപോലെ ആളുകൾ വരുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറയുകയാണ് നമുക്കത് മെയിൻ ജംഗ്ഷനിലേക്ക് മാറ്റാമെന്ന്. അദ്ദേഹത്തിന് എൻ്റെ കൂടെ അവിടെ വന്ന് നിൽക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. കാര്യം ഒരു ഡെലിവറി ജോലിയും കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ നോക്കുന്നത് എൻ്റെ കൂടെ മോൾ വന്ന് നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ഒത്തിരി ഉപകാരമാകും. നിനക്ക് വൈകുന്നേരം ആകുമ്പോഴേക്കും 1,800 രൂപ ഞാൻ തരാം. അത്രയ്ക്ക് ലാഭം കിട്ടും. സുന്ദരിയായ ഒരു പെൺകുട്ടി അവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ വ്ളോഗേഴ്സ് വരും. അതുപോലെ ഒത്തിരി പേര് ശ്രദ്ധിക്കും. അതോടുകൂടി നമ്മുടെ കച്ചവടം ഹിറ്റാകും. പ്രോഫിറ്റ് കിട്ടുന്നതനുസരിച്ചിട്ട് നിനക്ക് ഞാൻ നന്നായി പൈസ തരാം. അതിൽ എനിക്ക് കുറഞ്ഞാലും മോക്ക് ഞാൻ തരാം. നിന്റെ കഷ്ടപ്പാട് എനിക്കറിയാവുന്നല്ലേ. നീ കോളേജിൽ പോയിട്ട് വന്നിട്ട് എൻ്റെ കൂടെ ജോയിൻ ചെയ്താൽ മതി. അതുവരെ ഞാൻ മാനേജ് ചെയ്യാമെന്ന് പറഞ്ഞു.
എന്തായാലും തട്ടുകടയിൽ ഞാൻ നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എൻ്റെ കൂട്ടുകാരൊക്കെ കാണും. അതോർത്തപ്പോൾ ഇത്തിരി ദുഃഖം തോന്നിയെങ്കിലും സാരമില്ല, എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചെങ്കിലേ പഠിക്കാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ തട്ടുകടയായാലെന്താ, ഇവിടെ വലിയ വലിയ ആൾക്കാർ ഒരു തട്ടുകട നടത്തുന്നു, അപ്പോൾ ഞാൻ നിൽക്കാമെന്ന് ആ ചേച്ചിയോട് പറഞ്ഞു. അമ്മയ്ക്ക് സന്തോഷമായി. അങ്ങനെയാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി ആ തട്ടുകടയിൽ ജോലി ചെയ്യാൻ തുടങ്ങിയത്. മെയിൻ ടൗണിലാണെങ്കിലും ഇത്തിരി ഒരു ഒഴിഞ്ഞു കോണിക്കാണ്. സക്സസ് ആകുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഒരാഴ്ചക്കുള്ളിൽ ഞങ്ങളുടെ കട പച്ച പിടിച്ചു. ധാരാളം ചെറുപ്പക്കാരും എൻ്റെ കൂട്ടുകാർ പോലും അവിടെ വന്നു തുടങ്ങി. പലരും എന്നെ അഭിനന്ദിക്കുകയും ചെയ്തു. ചേച്ചിക്കും സന്തോഷമായി. ദിവസം 800 രൂപ തരാമെന്നല്ലേ ചേച്ചി പറഞ്ഞത്, പക്ഷേ എനിക്കവർ 1000 രൂപ തന്നു തുടങ്ങി. ചുരുക്കം പറഞ്ഞാൽ എൻ്റെ ജീവിതം ഒന്ന് പച്ച പിടിക്കാൻ തുടങ്ങി. അമ്മയ്ക്ക് സന്തോഷമായി. അമ്മയുടെ 5 പൈസ എനിക്ക് ചിലവാക്കേണ്ട കാര്യമില്ല. വീട്ടിലെ പലചരക്ക് സാധനങ്ങൾ വരെ ഞാൻ വാങ്ങിച്ചു കൊടുക്കുന്ന നിലയിലേക്ക് എത്തിച്ചേർന്നു. സന്തോഷം തന്നെ. പക്ഷേ എങ്കിലും ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ചില കാര്യങ്ങളും ഉണ്ടായിരുന്നു. കാര്യം, ചെറുപ്പക്കാരും മറ്റ് പല ആളുകളും വന്ന് എന്നോട് പേരും നാളും വീടും ഒക്കെ ചോദിക്കും. പലരും മറ്റ് ചുവയോടുകൂടിയാണ് എന്നോട് സംസാരിക്കുക. ഒത്തിരി പേര് ഫോൺ നമ്പരൊക്കെ ചോദിക്കും. ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും ചേച്ചി ഷൗട്ട് ചെയ്യും, നിനക്കൊന്നും വേറെ പണിയില്ലേ, ചായ കുടിക്കാൻ വന്നു കഴിഞ്ഞാൽ ചായ കുടിച്ചിട്ട് പോകണമെന്ന്. പക്ഷേ ഞാൻ ഫേമസ് ആയി. ഒത്തിരി പേർ എന്നെ കണ്ണിടാൻ തുടങ്ങി. പലരും എൻ്റെ പുറകെ വരാൻ തുടങ്ങി. ചില സമയത്ത് എനിക്ക് പേടി തോന്നി. എൻ്റെ മൊബൈലിലേക്ക് അപരിചിതർ മൊബൈൽ നമ്പർ കണ്ടെത്തി വിളിക്കാൻ തുടങ്ങി. ഞാൻ ക്യൂട്ടാണെന്നും സുന്ദരിയാണെന്നും ഇഷ്ടമാണെന്നും ഒക്കെ പറഞ്ഞ് ഞാൻ ചേച്ചിയോട് പറഞ്ഞപ്പോൾ ചേച്ചിയോട് പറഞ്ഞു, നീ അത് മൈൻഡ് ചെയ്യേണ്ട. പബ്ലിക്കിൽ നിൽക്കുന്ന ജോലി ചെയ്യുന്ന പെണ്ണുങ്ങൾക്കൊക്കെ ഇങ്ങനെ പല രീതിയിലുമുള്ള പ്രശ്നങ്ങളുണ്ടാകും. അതൊക്കെ ഫേസ് ചെയ്യണം, അല്ലാതെ എന്ത് ചെയ്യാനാണെന്ന്. എന്തായാലും ഇത്രയും വരുമാനം കിട്ടുന്നൊരു ജോലിയല്ലേ, പെട്ടെന്ന് ഇതിൻ്റെ പേരിൽ ഉപേക്ഷിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഞാൻ പിടിച്ചു നിന്നു. ചിലതൊന്നും കണ്ടില്ല കേട്ടില്ല എന്നടിച്ചു. ഫോൺ ഓഫ് ചെയ്ത് വെക്കേണ്ട സിറ്റുവേഷൻസ് വരെ ഉണ്ടായിട്ടുണ്ട്. സൗന്ദര്യം പെണ്ണിന് എപ്പോഴും ശാപമാണ്. ഇനിയിപ്പോൾ സൗന്ദര്യമില്ലെങ്കിലും അത് പ്രശ്നമാണെന്ന് എനിക്ക് തോന്നി. ഞാനൊരു ദിവസം ഈ കാര്യം ചേച്ചിയോട് പറഞ്ഞപ്പോൾ ചേച്ചിയോട് പറഞ്ഞു, സൗന്ദര്യ പെണ്ണിന് ഒരിക്കലും ശാപമല്ല. സൗന്ദര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളുടെ ഏറ്റവും വലിയ തുറുപ്പുചീട്ടാണ് മോളെ. പക്ഷേ നിനക്കതൊന്നും മനസ്സിലാക്കാനുള്ള പ്രായം ആയിട്ടില്ല. വേണ്ട വിധത്തിൽ നീ അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നീ കോടീശ്വരിയായി മാറിയേക്കാം എന്നും പറഞ്ഞു. ഞാനതിന് വലിയ ശ്രദ്ധ കൊടുത്തില്ല. ഇതിനിടയ്ക്ക് ഞങ്ങൾക്ക് പല സൗഹൃദങ്ങളുണ്ട്. സ്ഥിരമായി ചായയും കടിയും ഒക്കെ കഴിക്കാൻ വരുന്ന ആളുകളുണ്ടല്ലോ. അങ്ങനെ ഒരു ചേച്ചിയുണ്ട്. 35 വയസ്സുള്ള ചേച്ചിയാണ്. ചേച്ചി ഒരു സർക്കാർ ഉദ്യോഗസ്ഥയാണ്. മിക്കവാറും ദിവസങ്ങളിൽ ഞങ്ങളുടെ കടയിൽ നിന്നാണ് പാഴ്സൽ വാങ്ങിക്കൊണ്ട് പോവുക. എന്നെ വലിയ കാര്യമാണ്. ഒരു മകനാണ് പുള്ളിക്കാരിക്കുള്ളത്. എന്നോട് പറയും, എൻ്റെ മകൻ ശരിക്കും നിന്നേക്കാൾ ഇളയതാണ്, മൂത്തതായിരുന്നെങ്കിൽ നിന്നെക്കൊണ്ട് ഞാൻ കല്യാണം കഴിപ്പിച്ചേനെ എന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കും. എന്തായാലും എനിക്ക് അവരോട് വലിയൊരു അട്രാക്ഷൻ തോന്നി. കാര്യം അത്രയ്ക്ക് നല്ല സുന്ദരിയാണ്. അതുമാത്രമല്ല എന്നോട് അമിതമായ സ്നേഹവുമാണ്. അവരുടെ വാത്സല്യം എൻ്റെ അമ്മയിൽ നിന്ന് എനിക്ക് കിട്ടുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ഞാനും ചേച്ചിയും വൈകുന്നേരം 7:30 വീട്ടിലേക്ക് പോകും. ഓട്ടോ വിളിച്ചാണ് പോകുന്നത്. സ്ഥിരം ഒരു ഓട്ടോക്കാരനുമുണ്ട്. ഒരു ദിവസം ഓട്ടോ പ്രതീക്ഷിച്ച് നിൽക്കുമ്പോഴേക്കും ഓട്ടോക്കാരൻ വിളിച്ചു, ഓട്ടോ കേടാണ്, നിങ്ങൾ അടുത്തുള്ള ഏതെങ്കിലും ഓട്ടോയിൽ കയറി പോകുമെന്ന് പറഞ്ഞു. ഞങ്ങൾ നോക്കിയപ്പോൾ അവിടെങ്ങും ഒരു ഓട്ടോയും കണ്ടില്ല. അങ്ങനെ ഞങ്ങൾ കടയുടെ മുന്നിൽ നിൽക്കുമ്പോഴുണ്ട് ഞാൻ ആദ്യം പറഞ്ഞില്ലേ ആ ചേച്ചി, സർക്കാർ ഉദ്യോഗസ്ഥ ചേച്ചി, അവർ ഒരു കാറുമായിട്ട് വരുന്നു. അപ്പോൾ ഞങ്ങളെ കണ്ട് നിർത്തി. ആഹാ, ഇന്ന് ഞാൻ ഇത്തിരി താമസിച്ചു കേട്ടോ, ഞങ്ങൾക്കൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, നിങ്ങൾ എന്താണ് നിൽക്കുന്നത്? ഞങ്ങൾ പറഞ്ഞു ഓട്ടോ നോക്കി നിന്നതാണ്, സ്ഥിരം ഓട്ടോക്കാരൻ വരില്ല എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, അതിനെന്താ, ഇവിടുന്ന് 3-4 കിലോമീറ്ററിലേ ഉള്ളൂ, ഞാൻ വീട്ടിൽ കൊണ്ടുവിടാമെന്ന്. അയ്യോ വേണ്ട ചേച്ചി, ചേച്ചിക്ക് വേറെ സൈഡിലേക്കല്ലേ പോകേണ്ടത്, അത് സാരമില്ലെന്നേ, ഞാൻ കൊണ്ടുവിടാം, നിങ്ങൾ രണ്ടുപേരും തെരുവിൽ നിന്ന് കഷ്ടപ്പെടണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കാറിൽ കയറി. ആ ചേച്ചി ഞങ്ങളെ രണ്ടുപേരെയും കൊണ്ടുവിട്ടു. അവസാനമാണ് എൻ്റെ വീട്ടിലേക്ക് വരുന്നത്. എന്നോടുള്ള സ്നേഹം കൊണ്ടാകണം അവർ വീട്ടിലേക്ക് വന്നു. വീട്ടിലെ സിറ്റുവേഷനൊക്കെ ഒന്ന് കണ്ടു. പിന്നെ അമ്മയും കണ്ടു. എൻ്റെ ചേട്ടൻ്റെ കാര്യമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് വല്ലാത്ത വിഷമമായി. മോളെ, നമ്പർ ഞാൻ തരാം, ഇടയ്ക്ക് എന്നെ വിളിക്കണം, ഞാൻ നിന്നെ വിളിക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴേക്കും മിക്കവാറും ദിവസങ്ങളിൽ രാത്രി ചേച്ചി വിളിക്കാൻ തുടങ്ങി. മോളെ, എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നീ എന്നോട് പറയണം, നീ ഇങ്ങനെ ജീവിക്കേണ്ടവളല്ല, നീ ഒരു സുന്ദരി കുട്ടിയാണ്, നിനക്ക് നല്ലൊരു ജോലിയും ഭർത്താവിനെയൊക്കെ കിട്ടാനുള്ള ഭാഗ്യമുണ്ടാകട്ടെ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ സംസാരിക്കാൻ തുടങ്ങിയത്. എൻ്റെ കാര്യങ്ങളൊക്കെ ചേച്ചിക്കറിയാം. പക്ഷേ ഇത്രയും സമ്പന്നയായ ചേച്ചി വളരെ സന്തോഷത്തിലാണ് ജീവിക്കുന്നതെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ചേച്ചിയുടെ കഥ കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാവർക്കും സന്തോഷമൊന്നുമില്ല. അവരുടേത് അറേഞ്ച് മാരേജാണ്. പിന്നെ ചേട്ടന് സർക്കാർ ഉദ്യോഗസ്ഥൻ തന്നെ, ഇഷ്ടം പോലെ പണമൊക്കെ ഉണ്ട്. എന്നാലും
പുറത്തു പറയാൻ കൊള്ളാത്ത പല കാര്യങ്ങളുമാണ് ചേച്ചിയുടെ ജീവിതത്തിൽ നടക്കുന്നതെന്ന് ചേച്ചി എന്നോട് പറഞ്ഞു. ഞാൻ ചോദിച്ചു അതെന്താണെന്ന്. ഓ, അതൊന്നും എന്നോട് പറയാനുള്ള പ്രായം നിനക്കായിട്ടില്ല. ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാലും ആ പ്രശ്നങ്ങളൊന്നും തീരാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു. ആദ്യ ദിവസമൊന്നും ഞാനൊന്നും ചോദിച്ചില്ല. പിന്നെയും ചേച്ചി എന്നോട് പറഞ്ഞു, മോളെ, എൻ്റെ ജീവിതത്തിൽ വിചിത്രമായ പല കാര്യങ്ങളുമാണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇനിയെങ്കിലും ചേച്ചി എന്താണ് ആ കാര്യം എന്നോട് പറ, എനിക്ക് ആകാംക്ഷ അടക്കാനാവുന്നില്ല. അപ്പോഴാണ് ചേച്ചി പറഞ്ഞത്, കല്യാണം കഴിഞ്ഞ് ഏകദേശം 1 വർഷം മാത്രമേ ഭർത്താവിൽ നിന്നുള്ള സ്നേഹം അനുഭവിക്കാനുള്ള ഭാഗ്യം ചേച്ചിക്ക് ഉണ്ടായുള്ളൂ. കാര്യം അദ്ദേഹത്തിന് പണമുള്ളതുകൊണ്ട് വല്ലാത്ത ചില ഇളക്കങ്ങളുണ്ട്. ഒരാളിൽ തന്നെ ഒതുങ്ങി നിൽക്കുന്ന പ്രകൃതമല്ല. പിന്നീട് പല സ്ത്രീകളുമായിട്ടും ഫോൺ സംഭാഷണങ്ങളും മറ്റു ബന്ധങ്ങളുമൊക്കെ ചേച്ചി കണ്ടുപിടിക്കാൻ തുടങ്ങി. രണ്ടുപേരും തമ്മിൽ വഴക്കായി. ചേച്ചി പിണങ്ങി വീട്ടിൽ പോയി നിന്നു. പക്ഷേ വീട്ടുകാർക്കൊന്നും അത് ഇഷ്ടമല്ല. നല്ലൊരു ഭർത്താവ്, അതും നല്ല പണമുള്ള ഒരാളെ ഉപേക്ഷിച്ച് മോള് വന്നത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. സർക്കാർ ഉദ്യോഗസ്ഥയൊക്കെ ആണെങ്കിലും ഭർത്താവിനാണ് പണം കൂടുതൽ. അപ്പോൾ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കൂ എന്നുള്ള രീതിയിലായിരുന്നു അവരുടെ ഉപദേശവും. ചേച്ചി കുറേയധികം സഹിച്ചു നോക്കി, പറഞ്ഞു നോക്കി. പക്ഷേ പുള്ളി എല്ലാ കാലത്തും ഇങ്ങനെ തന്നെയായിരുന്നു. പണം ഇഷ്ടം പോലെ മറ്റുള്ളവർക്ക് ചിലവാക്കും. ഇഷ്ടപ്പെട്ട സ്ത്രീകൾക്ക് വേണ്ടി പുള്ളി എത്ര പൈസ വേണമെങ്കിലും ചിലവാക്കും. അവർക്ക് സമ്പാദിച്ച തുകയെല്ലാം കൊടുക്കാൻ യാതൊരു മടിയുമില്ല. സ്വന്തം മകൻ അനുഭവിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് മറ്റ് പെൺകുട്ടികൾ കൊണ്ടുപോകുന്നത്. ഇനി വിവാഹമോചനം ചെയ്താലും ഇങ്ങയുടെ കയ്യിൽ നിന്ന് ഒരു പണവും കിട്ടാൻ പോകുന്നില്ല എന്ന് പുള്ളിക്കാരിക്ക് മനസ്സിലായി. അങ്ങനെയായി കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവിനോട് ഇത് അവസാനമായെങ്കിലും നിർത്തിക്കൂടെ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, ഒരിക്കലും നിർത്താൻ പറ്റില്ല. പുള്ളിയുടെ സ്വഭാവം അങ്ങനെ തന്നെയാണ്. നോക്കിക്കഴിയുമ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല. സ്നേഹമുള്ള ആളാണ്. എത്ര പണം വേണമെങ്കിലും കൊടുക്കും. എല്ലാ കാര്യങ്ങളിലും ഒത്താശ ചെയ്യും. പക്ഷേ ചേച്ചിയോട് വലിയ താല്പര്യമൊന്നുമില്ല. പുള്ളിക്ക് താല്പര്യം മറ്റ് വിഷയങ്ങളിലാണ്. മറ്റിടങ്ങളിൽ നിന്ന് എന്ത് പ്രത്യേകതയാണ് കിട്ടുന്നത് അതിന് ഞാൻ തയ്യാറാണെന്ന് ചേച്ചി പറഞ്ഞു നോക്കി. പക്ഷെ പുള്ളിക്ക് താല്പര്യമില്ല. വീട്ടിലുള്ളത് വേണ്ട, പുറത്തുള്ള ഭക്ഷണത്തോടാണ് താല്പര്യമെന്ന് പുള്ളി പറഞ്ഞു. അങ്ങനെയായി കഴിഞ്ഞപ്പോഴേക്കും ഇനി വിവാഹമോചനവും നടക്കില്ല. പുള്ളി നന്നാകുകയില്ല. ഇനി പുള്ളിയുടെ സ്വഭാവം അംഗീകരിച്ചെങ്കിൽ മാത്രമേ കൂടെ ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലായി. അങ്ങനെ ചേച്ചി അത് അവഗണിക്കാൻ തുടങ്ങി. എന്തെങ്കിലും കാണിച്ചോട്ടെ, ഒരു പ്രശ്നവുമില്ല എന്നുള്ള രീതിയിൽ സ്വന്തം ജോലി ചെയ്ത് മകനെയും വളർത്തി മറ്റുള്ളവർക്ക് മുന്നിൽ മാതൃകാ ദമ്പതികളായി അവർ ജീവിക്കാൻ തുടങ്ങി. എങ്കിലും മകന് പല അത്യാവശ്യങ്ങളും വരുമ്പോഴേക്കും ആ പണമൊക്കെ അയാളെടുത്ത് വേറെ ചിലവാക്കിയല്ലേ. സമ്പാദ്യമൊന്നുമില്ല. ഇഷ്ടംപോലെ വസ്തുവകളൊക്കെ ഉണ്ട്. അതവിടെ കിടക്കുകയാണെങ്കിലും സമ്പാദിക്കുന്ന പണമൊക്കെ മറ്റ് പെൺകുട്ടികൾ കൊണ്ടുപോവുകയാണ്. സ്നേഹമോ സാമീപ്യമോ കിട്ടുന്നില്ല. പക്ഷേ പണവും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വല്ലാത്തൊരവസ്ഥയിലായി. ഭർത്താവിനോട് പറഞ്ഞു, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരാളുമായി ഒരു റിലേഷൻ വെച്ച് അടങ്ങി ഒതുങ്ങി ജീവിച്ചുകൂടെ? നിങ്ങൾക്ക് ഏറ്റവും അട്രാക്ഷനുള്ള ഒരാളെ കണ്ടെത്തി ഓക്കെ, അങ്ങനെ വേറൊരു കുടുംബം എന്നുള്ള മട്ടിൽ അത് മാനേജ് ചെയ്ത് പോയാൽ പോരെ? ഇങ്ങനെ പല കൊമ്പിലും ചാടി മറിഞ്ഞ് ഒത്തിരി പണം വല്ലവർക്കും കൊടുക്കുന്ന എന്തിനാണ്? നിങ്ങൾക്ക് ഒരു മകനില്ലേ, അവൻ എങ്ങനെ ജീവിക്കും എന്നൊക്കെ ചോദിച്ച് ചേച്ചി സെൻറ്റിമെൻറ്റ്സ് ഇറക്കാൻ തുടങ്ങി. ഭാര്യ ഒന്നും പറയുന്നില്ല, എല്ലാത്തിലും സപ്പോർട്ടാണല്ലോ. അപ്പോൾ അങ്ങേർക്കൊരു കൺസിഡറേഷൻ തോന്നി. അത്രയും നാളൊരു ചേച്ചിക്ക് പൈസ കൊടുക്കില്ലായിരുന്നു. ചേച്ചിയുടെ ശമ്പളത്തിൽ നിന്ന് മകനും ചേച്ചിയും കഴിഞ്ഞോളണം. പക്ഷേ പിന്നീട് പുള്ളിക്കാരൻ പാതി ശമ്പളം ചേച്ചിയെ ഏൽപ്പിക്കാൻ തുടങ്ങി. അത് ചേച്ചിക്ക് വലിയൊരു മാറ്റമായിരുന്നു. അത്രയും രൂപ സമ്പാദിക്കാൻ പറ്റുമല്ലോ. പക്ഷേ എങ്കിലും കിട്ടുന്ന മറ്റു വരുമാനങ്ങളെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി ചോർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ചേച്ചിക്ക് വല്ലാത്ത പ്രശ്നമായിരുന്നു. ഇതിനിടയ്ക്കാണ് 3 വർഷത്തിന് മുമ്പ് ഒരു കാർ ആക്സിഡൻറ്റ് ഉണ്ടാകുന്നത്. കാലിന് നല്ല ഫ്രാക്ചർ വന്നു. കാലുകൾക്ക് നന്നായി ക്ഷതമേറ്റതുകൊണ്ട് വിശ്രമ ജീവിതം കുറേ നാളുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്തും പുള്ളിയുടെ യഥാർത്ഥ സ്വഭാവം അടങ്ങിയിരുന്നില്ല. ഒരു 3 മാസത്തെ റെസ്റ്റ് കഴിഞ്ഞപ്പോഴേക്കും വലിയ പ്രശ്നങ്ങളായിരുന്നു. പുള്ളി പലരെയും വിളിക്കാൻ തുടങ്ങി. അവരുടെ അടുത്തേക്ക് പോകാൻ പറ്റുന്ന സിറ്റുവേഷനല്ല. അവരെയൊക്കെ വീട്ടിലേക്ക് ക്ഷണിച്ചു. ചേച്ചി പറഞ്ഞു ഇത് ഈ വീട്ടിൽ നടക്കില്ലെന്ന്. അപ്പോഴേക്കും വല്ലാത്ത വെപ്രാളവും പരവേശവും പ്രശ്നങ്ങളൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി പറഞ്ഞു, നാട്ടുകാരൊക്കെ ശ്രദ്ധിക്കും, അതുകൊണ്ട് കുറച്ചൊക്കെ ഞാൻ അനുവദിക്കാം, നിങ്ങൾ കുറച്ച് നിയന്ത്രിക്കൂ എന്ന് പറഞ്ഞിട്ട് ആഴ്ചയിൽ ഒരിക്കൽ ഒരാൾ വരും ശുശ്രൂഷിക്കാൻ എന്നുള്ള രീതിയിൽ ചേച്ചി അനുവദിച്ചു കൊടുത്തു. അതങ്ങേർക്ക് അത്രയ്ക്കങ്ങോട്ട് ഇഷ്ടമായില്ലെങ്കിലും ഈ അവസ്ഥയിൽ ഭാര്യ വേണമല്ലോ. അതുകൊണ്ട് പുള്ളി അത് അഡ്ജസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ആഴ്ചയിൽ
ഒരു ദിവസം പുള്ളി എവിടെന്നെങ്കിലും ഒരാളെ സെലക്ട് ചെയ്യും. ഇഷ്ടംപോലെ കണക്ഷൻസ് ഉള്ള ആളല്ലേ, അങ്ങനെ വരും. ആ സമയത്താണ് ചേച്ചി മനസ്സിലാക്കിയത് കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികൾ വരെ പണത്തിന് വേണ്ടി എന്തിനും തയ്യാറായി, ആർക്ക് വേണമെങ്കിലും എന്തും ഡെഡിക്കേറ്റ് ചെയ്യാൻ തയ്യാറായി നടക്കുന്നുണ്ടെന്ന്. അങ്ങനെ പല പെൺകുട്ടികളെയും കണ്ടു. ആ സ്ഥലത്തേക്ക് അടുക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടികളോടൊന്നും സംസാരിക്കാൻ പറ്റില്ല. പക്ഷേ വരുന്ന ആൾക്കാർ വളരെ സന്തോഷത്തോടുകൂടി കാശുമായി പോകുന്നത് കണ്ട് ചേച്ചി അത്ഭുതപ്പെട്ടു. ഇത്രയും അധികം ആൾക്കാർ പണത്തിന് വേണ്ടി എന്തോ അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് സമൂഹം വളർന്നു എന്നോർത്ത് ഒത്തിരി ദുഃഖിച്ചിട്ടുമുണ്ട്. പക്ഷേ ഭർത്താവിനെ ഒരിക്കൽ പോലും എതിർക്കാൻ പുള്ളിക്കാരിക്ക് കഴിഞ്ഞിട്ടില്ല. ഇത്രയും നാളായിട്ടും പുള്ളിയുടെ ഡിസബിലിറ്റി അത്രയ്ക്ക് ഇങ്ങോട്ട് മാറിയിട്ടൊന്നുമില്ല. പകൽ സമയത്ത് പുള്ളിക്കാരനെ ഓഫീസിൽ കൊണ്ടുപോകാനും തിരിച്ചു കൊണ്ടുവരാനും ഡ്രൈവർ കം ഒരു സഹായമുണ്ട്. അങ്ങനെയാണ് പോകുന്നത്. പണത്തിന് ഒരു കുഴപ്പമില്ല, മറ്റു കാര്യങ്ങൾക്കും ഒരു കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ഈ കഥകളൊക്കെ കേട്ട് ശരിക്കും ഞാൻ വാ പൊളിച്ച് നിന്നുപോയി. ഇത്രയൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ആളുകൾ ഈ ലോകത്തിലുണ്ടെന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ ഇപ്പോഴും പുള്ളി ഭയങ്കര ആക്റ്റീവാണോ എന്നുള്ള മട്ടിൽ ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി പറഞ്ഞു, കുറച്ചൊക്കെ സ്വഭാവമാറ്റം വന്നിട്ടുണ്ട്. എന്ത് സ്വഭാവമാറ്റം വന്നു ചേച്ചി എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, പണം ഇപ്പോൾ അധികം ചിലവാക്കുന്നില്ല. അതെന്താ? ഇപ്പോഴൊക്കെ പലപ്പോഴും സ്ഥിരമായിട്ട് ഒരാൾക്ക് വരുന്ന രീതിയിലേക്കായിട്ടുണ്ട്. അങ്ങനെ ആയിക്കഴിയുമ്പോഴേക്കും അവർക്ക് കുറച്ച് പണം കൊടുത്താൽ മതിയല്ലോ. പുതിയ പുതിയ ആളുകളാകുമ്പോഴേക്കും അവർക്ക് വേണ്ടി വാരിക്കോരി എറിയും. അങ്ങനെ ചില കൺട്രോളുകളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം ആരാ ചേച്ചി വരുന്നതെന്ന് ചോദിച്ചപ്പോഴേക്കും, ഇപ്പം കുറേ നാളായി 19 വയസ്സുള്ള ഒരു സ്ത്രീയാണ് വരുന്നത്. അവളുടെ ഹസ്ബൻഡ് മരിച്ചു പോയതാണ്. അവളുമായിട്ട് ഭയങ്കര കോളാണ്. പക്ഷേ അവൾ എനിക്ക് തോന്നുന്നു മോളെ ഗൾഫിലോ മറ്റോ പോകുകയാണെന്ന് പറഞ്ഞ് പുള്ളി വിഷമിക്കുന്നത് കണ്ടു. അവൾക്ക് അത്യാവശ്യം പണമൊക്കെ മതി, ഒത്തിരി പണമൊന്നും ചോദിക്കുന്ന ടൈപ്പല്ല. അതുകൊണ്ട് വീട്ടിലേക്ക് എനിക്ക് കൂടുതൽ വിഹിതം കിട്ടുന്നുണ്ട്. അവൾ പോകുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നോട് ഹസ്ബൻഡ് പറഞ്ഞു, ആരെങ്കിലും സ്ഥിരമായ ഒരാൾ എൻ്റെ അടുത്ത് ശുശ്രൂഷിക്കാനുണ്ടായിരുന്നെങ്കിൽ അവൾക്ക് നല്ലൊരു തുക കൊടുത്ത് നമുക്കങ്ങ് നിർത്താമായിരുന്നു. പഴയതുപോലെ ഒത്തിരി ആളുകൾ മാറി വരണമെന്ന് എനിക്കില്ല എന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്. നല്ല സൗന്ദര്യമുള്ള ഏതെങ്കിലും പെൺകുട്ടികളുണ്ടെങ്കിൽ പുള്ളി അടങ്ങി ഒതുങ്ങി നിന്നോളൂവെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ അങ്ങനെ ആരെ കണ്ടുപിടിക്കാനാണ്? ഈ സ്ത്രീ ഗൾഫിൽ പോയി കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്ക് വലിയ ബുദ്ധിമുട്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് മോളെ എന്ന് പറഞ്ഞ് പുള്ളിക്കാരി അവസാനിപ്പിച്ചു. ഷോ, വളരെ വിചിത്രമായ കാര്യങ്ങളാണല്ലോ ഇവരുടെ ജീവിതത്തിൽ നടക്കുന്നത്. ഞാനായിരുന്നെങ്കിൽ അവരുടെ സ്ഥാനത്ത് ഇതൊക്കെ സമ്മതിക്കുമായിരുന്നോ? എപ്പോഴേ ഇങ്ങനെ ഇട്ടിട്ട് പോയനെ എന്നൊക്കെ ഞാൻ ഓർത്തു. ഈ ചേച്ചിക്കും ഭർത്താവിൻ്റെ സാമീപ്യമില്ലാതെ പ്രശ്നമില്ലേ? ഒരു ദിവസം ഞാൻ ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു, എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിനോടൊന്നും വലിയ താല്പര്യമില്ല. ഒരു പക്ഷേ താല്പര്യമില്ലായ്മയായിരിക്കാം ഭർത്താവിനെ ഇങ്ങനെ ആക്കിയത്. ആർക്കറിയാം. ഇങ്ങനെയൊക്കെ സംസാരിച്ച ശേഷം ഒരു ദിവസം ചേച്ചി എന്നോട് ചോദിച്ചു, മോളെ ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ? നിനക്ക് ധാരാളം പണം ആവശ്യമുണ്ട്. നിൻ്റെ വീട്ടിലെ സിറ്റുവേഷനും കുറച്ച് പ്രശ്നത്തിലാണെന്ന് എനിക്കറിയാം. ഞാൻ നിന്നോടൊരു ഓപ്ഷൻ പറയട്ടെ? നീ ഒരു കാര്യം ചെയ്യേ, ആഴ്ചയിലൊരിക്കൽ എൻ്റെ ഭർത്താവിൻ്റെ അടുത്തേക്ക് വാ. നിനക്ക് എത്ര പണം വേണമോ അത്രയും പണം നീ വാങ്ങിച്ചെടുത്തോളൂ. ഞാനത് കെട്ടി ഞെട്ടിപ്പോയി. ചേച്ചി എന്തായി പറഞ്ഞത്? മോളെ, നിന്നോട് ഞാൻ അടുത്തതിൻ്റെ മെയിൻ കാരണം അതാണ്. കാര്യം നീ ഒരു സുന്ദരിയാണ്. നിന്നെ കാണുമ്പോഴേക്കും പുള്ളി അടങ്ങി ഒതുങ്ങി വീട്ടിൽ തന്നെ നിന്നോളും. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നിനക്ക് പണം തരുന്നതിൽ എനിക്ക് ഒരു പ്രശ്നവുമില്ല. ഞാൻ വേണമെങ്കിൽ എനിക്ക് കിട്ടുന്നതോടെ കുറച്ച് നിനക്ക് തരാം. നീ രക്ഷപ്പെടും. ഈ കാര്യം ആരും അറിയാതെ എൻ്റെ പൊന്നുമോള് വന്ന് ഒന്ന് മാനേജ് ചെയ്യണം. ചേച്ചി, എനിക്കൊന്നും അറിയാത്ത ഒരാളാണ്. എനിക്കിതൊക്കെ പേടിയാണ്. നീ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. പണ്ട് സിംഹത്തെ പോലെ അലറുന്ന ആളാണ്. ഇപ്പോൾ സടയും പല്ലുമൊക്കെ കൊഴിഞ്ഞൊരു സിംഹമാണ് മോളെ. ഒരു പ്രശ്നമില്ല. ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നിനക്കതൊക്കെ പതുക്കെ മനസ്സിലാകും. എന്തെങ്കിലും കാര്യങ്ങൾ അതിന് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ചേച്ചിയെ വിളിച്ചാൽ മതി. ചേച്ചി കൂടെ കാണും. നീ ഒന്ന് മനസ്സിലിരുത്തി ആലോചിക്കൂ. നിനക്ക് ഒത്തിരി ഗുണമുണ്ടാകുന്ന കാര്യമാണ്. ആഴ്ചയിൽ 2 വട്ടം വന്നു കഴിഞ്ഞാൽ നിനക്ക് കിട്ടാൻ പോകുന്നത് ചിലപ്പോൾ 30,000-ഓ 50,000-ഓ ആയിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ നല്ലൊരു ഓപ്ഷനാണ് നിനക്ക് തന്നത്. പിന്നെ നിനക്കിപ്പോൾ വയ്യെന്ന് പറഞ്ഞാലും പുള്ളി എവിടെന്നെങ്കിലും ആളുകളെ കണ്ടെത്തും. നിന്നെപ്പോലെ തന്നെ പഠിക്കുന്ന പെൺകുട്ടികൾ വന്നിട്ട് 10,000-30,000 രൂപയാണ് കൊണ്ടുപോകുന്നത്. നീ ഒന്ന് ആലോചിച്ച് നോക്കൂ. നിനക്ക് രക്ഷപ്പെടാൻ പറ്റിയ വലിയൊരു അവസരമാണ് മുന്നിലുള്ളത്. നിനക്ക് സമർത്ഥമായി മാനേജ് ചെയ്യാം. വേറെ എത്രയോ പെണ്ണുങ്ങൾ ഇത് മാനേജ് ചെയ്യുന്നു. നിനക്ക് പറ്റുമെങ്കിൽ മോളെ നീ രംഗത്തേക്ക് ഇറങ്ങാൻ നോക്കൂ. പണം നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ ഓഫർ സ്വീകരിക്കാമെന്ന് പറഞ്ഞു. ഞാനൊന്നും മിണ്ടിയില്ല. പണം എനിക്കെപ്പോഴും അത്യാവശ്യമാണ്. പക്ഷേ എന്നാലും എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ആരോടും പറയാനേ പറ്റില്ല. ചേച്ചി എന്നോട് എല്ലാം തുറന്നു പറഞ്ഞതുകൊണ്ട് അവരോട് എനിക്കൊരു സോഫ്റ്റ് കോർണറുമുണ്ട്. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല.
പലപ്പോഴും ചേച്ചി എന്നെ ക്ഷണിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഒരു ദിവസം ഞാൻ പറഞ്ഞു, എങ്ങനെയാണ് ഏതാണെന്നൊന്നും എനിക്കറിയില്ല, പല ഓഫറുകളും പല പ്രണയബന്ധങ്ങളും ഞാൻ നിരസിച്ചിട്ടുണ്ട്. അപ്പോൾ ചേച്ചി പറഞ്ഞു, ഇതങ്ങനൊന്നുമല്ല, വളരെ സിമ്പിൾ പ്രോസസ്സാണ്. മോള് വന്ന് ഒരു ദിവസം ഒന്ന് കണ്ട് സംസാരിച്ച് പരിചയപ്പെട്ടിട്ട് പോകൂ. മോളെ ലോട്ടറി എടുത്താൽ അടിക്കുമെന്ന് ഉറപ്പുള്ള ലോട്ടറി എടുക്കുന്ന രീതിയിലായിരിക്കും ഇവിടുത്തെ സംഭവങ്ങൾ എന്ന് ചേച്ചി എന്നോട് പറഞ്ഞു. അവസാനം ചേച്ചിയുടെ നിർബന്ധം സഹിക്കാൻ വയ്യാതെ ഞാൻ പോയി അദ്ദേഹത്തെ വൈകുന്നേരം ഒന്ന് കണ്ടു. എന്നെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. മോളെ, നീ ഒരു മാലാഖയാണ്, നീ എന്നെ കാണാൻ അടിക്കടി വരണം എന്നൊക്കെ പറഞ്ഞു. വേറെ വലിയ പ്രശ്നമൊന്നുമില്ല, കാലിന് മാത്രമാണ് ഇത്തിരി പ്രശ്നമുള്ളത്. പക്ഷേ എങ്കിലും പുള്ളി എന്നോട് ഒത്തിരി സ്നേഹത്തിൽ സംസാരിച്ചു. വേറെ ഒരു കുഴപ്പവുമില്ല, എല്ലാം കോൺഫിഡൻഷ്യലായിരിക്കാം, നിനക്ക് എന്നെക്കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല, സ്നേഹത്തിൽ നമുക്ക് പോകാം എൻ്റെ കൊച്ചു സുന്ദരി എന്നൊക്കെ പറഞ്ഞ് പുള്ളി എന്നോട് വളരെ സ്നേഹമായി പെരുമാറി. നോക്കുമ്പോൾ അദ്ദേഹം പ്രൗഢഗംഭീരനായ ഒരു മനുഷ്യനാണ്, നമുക്കിഷ്ടം തോന്നും, സുന്ദരനുമാണ്. പ്രശ്നങ്ങൾ ഒന്നുമില്ല, എൻ്റെ മനസ്സ് മാത്രമാണ് പ്രശ്നം. എന്നെ അദ്ദേഹത്തിന് ഒത്തിരി ഇഷ്ടമായെന്ന് ചേച്ചി പറഞ്ഞു. എങ്കിലും എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണമെന്ന് എനിക്കറിയില്ല, പേടിയായിരുന്നു. അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞുതരാം മോളെ. മോള് ആദ്യം ചെറിയ ചെറിയ കൈസഹായങ്ങൾ മാത്രം ചെയ്താൽ മതി. അദ്ദേഹത്തിന് നിന്നെ ഒത്തിരി ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ്, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. പടിപടിയായി നമുക്ക് ഉയരാമെന്ന് പറഞ്ഞു. ചേച്ചി എനിക്ക് അതിന് ടെക്നിക്കുകളൊക്കെ പറഞ്ഞു തന്നു. അങ്ങനെയാണ് ആദ്യമായി ഞാൻ അവിടെ ചെന്നത്. ചേച്ചി പറഞ്ഞു, കൊച്ചിനെ വെറുതെ പേടിപ്പിക്കരുത്, ഞാൻ പറഞ്ഞല്ലോ എല്ലാത്തിനും ഒരു മയം വേണമെന്ന് പറഞ്ഞു. പുള്ളി അങ്ങനെ തന്നെയായിരുന്നു. ആദ്യ ദിവസങ്ങളിൽ എനിക്ക് അദ്ദേഹത്തിൻ്റെ ഇഷ്ടങ്ങൾ കേൾക്കുക എന്നതായിരുന്നു ജോലി. അത് കഴിഞ്ഞ ശേഷം അദ്ദേഹം എന്നോട് ചെറിയ സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ ആവശ്യപ്പെട്ടു. ഞാൻ എനിക്കറിയാവുന്ന പോലെ പതുക്കെ സഹായിച്ചു. അത് രണ്ടാം വട്ടമായി കഴിഞ്ഞപ്പോഴേക്കും സഹായത്തിൻ്റെ ആവശ്യങ്ങളും എക്സ്പ്ലനേഷനും കൂടി. ആദ്യത്തെ ഒരു പ്രശ്നമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. ആദ്യം എനിക്ക് കിട്ടിയത് 30,000 രൂപയാണ്. അതുകൊണ്ട് രണ്ടാമത്തെ ദിവസം പോകാൻ എനിക്ക് ഉത്സാഹമായിരുന്നു. രണ്ടാമത്തെ ദിവസം അദ്ദേഹം കൂടുതൽ സഹായങ്ങളിലേക്ക് കൈ നീട്ടാൻ എന്നോട് ആവശ്യപ്പെട്ടു. അന്ന് ഞാൻ കുറച്ചൊക്കെ വീഡിയോസ് കണ്ടും കേട്ടും പോയതുകൊണ്ട് എൻ്റെ സഹായക്രമങ്ങൾ കുറച്ചുകൂടി നീണ്ടു. അങ്ങനെ ഏകദേശം ഒരു മാസത്തിനുള്ളിൽ 10 തവണ അദ്ദേഹത്തെ മീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഏതംഗത്തിനും ബാല്യമുള്ള ആളായി മാറുകയായിരുന്നു. പരിമിതികളുണ്ടെങ്കിലും അദ്ദേഹത്തിന് എല്ലാ സ്ത്രീകളെയും മാനേജ് ചെയ്യാൻ അറിയാമെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ പൂർണ്ണമായൊരു സഹായം എനിക്ക് കിട്ടിയ ദിവസം അതെനിക്ക് പുതിയൊരു അനുഭവം തന്നെയായിരുന്നു. അതിൽ ഒരു പ്രശ്നം എനിക്ക് തോന്നിയില്ല, എല്ലാം ഈസിയായിരുന്നു. അതിനു മുമ്പ് തന്നെ അദ്ദേഹം എൻ്റെ പടിവാതിൽ പലതവണ മുട്ടി വിളിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ തുറക്കാൻ സമയമായപ്പോൾ പടിവാതിൽ മലർക്ക തുറക്കാൻ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. വിളി കേട്ട ഉടനെ തന്നെ ഞാൻ പടിവാതിൽ തുറന്നതുപോലെയായി. അതോടുകൂടി ഒരു പ്രശ്നവുമില്ലാതെ ആ സാഹചര്യങ്ങൾ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റി. പിന്നെ ഇതുവരെയും പുള്ളി വേറൊരാളെ അങ്ങോട്ട് വിളിച്ചിട്ടേ ഇല്ല സഹായത്തിന്. ഞാനാണ് അവിടുത്തെ താരം. മാഡം, എൻ്റെ എല്ലാവിധത്തിലുള്ള പണപ്രശ്നങ്ങളും തീർന്നു. ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ലക്ഷപ്രഭു എന്ന് പറയാം. എല്ലാം ഞാൻ ബാങ്കിലിട്ടിരിക്കുകയാണ്. ചേച്ചി എനിക്ക് കട്ട സപ്പോർട്ടുമായി കൂടെയുണ്ട്. ഞാനിപ്പോൾ തട്ടുകടയിൽ പോകുന്നില്ല, പഠിത്തമുണ്ട്, ഞാൻ വേറൊരു കോഴ്സിന് വൈകുന്നേരം പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ അവിടുന്ന് മാറി നിൽക്കുന്നത്. എന്തായാലും തട്ടുകട മൂലം എനിക്ക് ഗുണമുണ്ടായി. അവിടേക്ക് ഞാൻ വേറൊരു പെൺകുട്ടിയെ അറേഞ്ച് ചെയ്ത് കൊടുക്കുകയും ചെയ്തു. ആരും സംശയിക്കാതെ ഞാൻ എൻ്റെ ജീവിതം അടിച്ചു പൊളിച്ച് ആസ്വദിക്കുകയാണ്. ഈ വഴിയിൽ കൂടി പണം സമ്പാദിക്കേണ്ടി വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. എങ്കിലും സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതം ഇപ്പോൾ ഒത്തിരി സൗഭാഗ്യപൂർണ്ണമാണ്. മാഡത്തിൻ്റെ ചാനൽ ഈ സംഭവങ്ങൾക്ക് ശേഷമാണ് ഞാൻ കേൾക്കാൻ തുടങ്ങിയത്. ഞാൻ ഓർത്തു എനിക്ക് മാത്രമാണ് വിചിത്രമായ കാര്യങ്ങൾ നടക്കുന്നതെന്ന്. പക്ഷേ കുറേ കഥകൾ കേട്ടിട്ടും എനിക്ക് നടന്നപോലൊരു സംഭവം ഞാൻ കേട്ടിട്ടില്ല. അതുകൊണ്ടാണ് മാഡത്തിന് ഞാൻ മെയിൽ അയച്ചത്. എൻ്റെ വ്യത്യസ്തമായ അനുഭവം മാഡം വായിച്ച് കേൾക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. വായിക്കുമോ മാഡം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും നമുക്ക് വായിക്കാം. നമുക്ക് കണ്ടൻറ്റുകൾ വന്നു കഴിഞ്ഞാൽ വായിക്കാമല്ലോ. ശരിയാണ്, ഇങ്ങനെയൊക്കെ പല കാര്യങ്ങൾക്കും പല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന പല ഭാര്യമാരുമുണ്ട്, ഭർത്താക്കന്മാരുമുണ്ട്. മനുഷ്യർ തമ്മിൽ എങ്ങനെയാണ് ബന്ധങ്ങളിൽ ജീവിക്കുന്നത് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. നമ്മൾ പുറമേ കാണുന്നതായിരിക്കില്ല അവരുടെ അകമേ അവർ ജീവിച്ച് തീർക്കുന്നത്. എന്തായാലും നിങ്ങൾ സേഫായൊരു കാര്യമാണ് ചെയ്യുന്നത് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾക്ക് പണമാണ് ആവശ്യം, അത് ചെറുപ്പത്തിൽ മനസ്സിലാക്കി അത് ഒരു പ്രത്യേക രീതിയിൽ മാനേജ് ചെയ്തുകൊണ്ട് പോകുന്നു. നല്ലതെന്നോ ചീത്തയെന്നോ പറയാൻ പറ്റില്ല. പക്ഷേ ഭാവിയിൽ ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുമെന്നും പറയാൻ പറ്റാത്തത് കൊണ്ട്
സൂക്ഷിച്ചും കണ്ടും മാത്രം സ്വന്തം ജീവിതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുക. ഒന്നിനും ഒരു ഗ്യാരണ്ടി നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം സുഖമെന്ന് തോന്നുന്നത് നാളെ അങ്ങനെയാകണമെന്നില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് സൂക്ഷിക്കുക. ഒരിക്കലും നമുക്ക് ഇതൊന്നും പ്രോത്സാഹിപ്പിക്കാവുന്നതല്ല, പക്ഷേ അങ്ങനെ ഉണ്ടാകാം മനുഷ്യർക്ക്.